സ്വന്തം അമ്മയും പെങ്ങളെയും തിരിച്ചറിഞ്ഞുകൂടാത്ത കുയിലുകളെ പോലെയുള്ള ടീമുകളെയാണ് സൂക്ഷിക്കേണ്ടത്. ഇതിപ്പോ അടുത്ത കാലത്തായിട്ട് കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്, യൂട്യൂബ് പാപ്പരാസികള്. ഞാൻ പറയുന്നുണ്ടല്ലോ, ഇവന്മാരെ നേരിട്ട് കായികമായി കൈകാര്യം ചെയ്യാന്നുള്ളതാണ്. കിട്ടിയ വാക്കിൽ അടിച്ചേക്കുക. ഇവനക്കെതിരെ കേസ് കൊടുക്കല്ലേ വേണ്ടത്, തല്ലിക്കൊന്നുകളാണ്. എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത്. ഇന്നത്തെ മുഖ്യധാരാ മാധ്യമങ്ങളിലെ എല്ലാം പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് കുയിലുകളെയും കാക്കക്കൂട്ടങ്ങളുടെയും ബഹളങ്ങളൊക്കെയാണ്. നാട്ടിലിപ്പോ നമ്മളാണ് ചർച്ചാ വിഷയം. ഞാൻ കണ്ടൊരു വീഡിയോയിൽ ഒരു മൈനർ ആയിട്ടുള്ള കുഞ്ഞിനെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10 ആള് തിരിച്ചറിയണവന്റെ പുറകെ ഒരു ഉളുപ്പും മാനും ഇല്ലാതെ വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. എന്നിട്ട് ആ കുഞ്ഞിന്റെ അമ്മ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കിയിട്ട് ഇത് കണ്ട ഉടനെ ആ കുഞ്ഞിനെ ഒരു തുണി എടുത്ത് പുതപ്പിക്കുന്നത്. എന്തൊരു അവസ്ഥ ഇതൊക്കെ അല്ലേ. നിവേദ്യ സംഭാര ഉണ്ടാക്കുന്ന ആ കുട്ടി അവസാനം മാറത്ത് തോർത്തെടുത്തിടേണ്ട വന്നു. അമ്മാതിരിയുള്ള പരിപാടി കാണിക്കുന്നവന്മാരാണ് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്തും പണം ഉണ്ടാക്കും, നിങ്ങൾ എന്ത് വൃത്തികേടും ചെയ്യും, എന്ത് മര്യാദകേട് കാണിക്കും. ഒരു സൗകര്യ സമാനം തരൂല്ലോ. ജീവിക്കുന്നത്. ഞാൻ പറയുന്നുണ്ടല്ലോ, ഇവന്മാരെ നേരിട്ട് കായികമായി കൈകാര്യം ചെയ്യാന്നുള്ളതാണ്. കിട്ടിയ വാക്കിൽ അടിച്ചേക്കുക. ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. മേലിൽ ഞാൻ ഇവര് ശല്യം നിൽക്കുന്നില്ല. മേലിലല്ല, ഇപ്പോഴുള്ള ശല്യം ഒഴിവാക്കാനാ എന്റെ തീരുമാനം. ഈ തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്ന കുറെ കുയിലുകളെയും കാക്കകളെയും തിരിച്ചറിഞ്ഞ് ഇവരെയൊക്കെ നിയന്ത്രിക്കണം. ഇക്കാര്യത്തിൽ എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്. ശവം കൊണ്ടിടുന്നിടത്ത് കഴുകന്മാരിങ്ങനെ നോക്കിയിരിക്കും. അതുപോലെ നോക്കിയിരിക്കുന്ന ഇത്തരം കഴുകന്മാരുടെ മനോഭാവമുള്ളവരെ തിരിച്ചറിയണം. സ്വന്തം അമ്മയും പെങ്ങളെയും തിരിച്ചറിഞ്ഞുകൂടാത്ത കുയിലുകളെ പോലെയുള്ള ടീമുകളെയാണ് സൂക്ഷിക്കേണ്ടത്. ഇത് അതിര് കടന്നിട്ടുണ്ട്. ഇത്തരക്കാരാണ് ഈ സമൂഹത്തിന് ശാപകമായി മാറിയേക്കുന്നത്. അതുകൊണ്ട് എന്റെ പൊന്നളിയ, നമുക്ക് ഈ പണിയൊക്കെ നിർത്തിയിട്ട് വല്ല സേഫ് ആയിട്ടുള്ള പണി നോക്കി പോവാം. അപ്പം പോവാം.